അപ്പോൾ ബദ്രീനാഥിൽ നിന്ന് നമ്മൾ ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജായ മാന വില്ലേജിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ള ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലെ ബദ്രീനാഥ് ക്ഷേത്രത്തിനടുത്താണ്. മാന വില്ലേജ് നേരത്തെ ലാസ്റ്റ് വില്ലേജ് ആയിരുന്നു, ഇപ്പോൾ അത് ഫസ്റ്റ് വില്ലേജ് ആക്കി. ബദ്രീനാഥിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമാണ് മാന വില്ലേജിലേക്കുള്ളത്. അപ്പോൾ മിനിങ്ങാന്ന് വൈകുന്നേരം നമ്മൾ ബദ്രീനാഥിൽ എത്തിയതായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ക്ഷേത്രത്തിലെത്തി ദർശനമൊക്കെ നടത്തി. നല്ല തണുപ്പായിരുന്നു, പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പായാലും നമുക്ക് സഹിക്കാവുന്ന തണുപ്പൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ 2 ദിവസം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ബദ്രീനാഥിൽ ഒരുപാട് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്, പുതിയ ബിൽഡിങ്ങുകളും പാലങ്ങളും ഒക്കെ. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. വെളുപ്പിനെ ഒരു 2 ആയിരുന്നു ടെമ്പറേച്ചർ. ചുറ്റും ആകാശം മുട്ടി നിൽക്കുന്ന ഹിമാലയ സാനുക്കളാണ്. അങ്ങ് മുകളിലൊക്കെ ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ തിരക്ക് കുറവായിരുന്നു, ഇന്നൊക്കെ നല്ല തിരക്കാന്ന് തോന്നുന്നു. എന്ത് വണ്ടികളാണ് കിടക്കുന്നത്. ക്ഷേത്രത്തിലോട്ടുള്ള ക്യൂ കാണുന്നുണ്ടോ? ദർശനത്തിനുള്ള ക്യൂ ഒരു 2-3 കിലോമീറ്റർ നീളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മാന വില്ലേജ് വരെ ഈ വണ്ടികളും ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലത്തെ പോലല്ല, ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലെ രാവിലെ തൊട്ട് നല്ല മഴയും നല്ല മഞ്ഞുമായിരുന്നു. കോടമഞ്ഞ് കാരണം ഒന്നും കാണത്തില്ലായിരുന്നു. അങ്ങോട്ട് നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ടല്ലോ. ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജ് മാന, NH7. നേരത്തെ ലാസ്റ്റ് ഇന്ത്യൻ വില്ലേജ് എന്നായിരുന്നു മാനാഗ്രാമം അറിയപ്പെട്ടത്. അങ്ങോട്ട് പോകത്തില്ല. അപ്പം വണ്ടി ഇവിടെ വരെ വരുള്ളൂ. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്ടേൺ എടുത്ത് തിരിച്ച് അപ്പുറത്തേക്ക് കൊണ്ട് പാർക്ക് ചെയ്യണം. നേരെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇവരെ അവിടെ നിന്ന് വണ്ടി തിരിക്കുന്ന കണ്ടപ്പോഴാണ് ഇത് ബസ്സിൽ ആളുണ്ടെന്ന് വിചാരിച്ച എല്ലാവരും ഇവിടെ വന്നേ. പറഞ്ഞു മനസ്സിലാക്കി. എനിക്കറിയത്തില്ല ബാക്കി പറയാൻ. ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാത്തില്ല. അറിയാവുന്ന ഹിന്ദിയിൽ അങ്ങ് പറഞ്ഞു. कैरावन बेडरूम टॉयलेट्स അതിലിരുന്ന് പോവാന്ന് അവര് പറയുന്നത്. നടക്കാൻ വയ്യാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇറങ്ങിയോ. നമുക്ക് നടന്നു പോയാൽ പോരെ. നടന്നു പോയാൽ മതി. ഇവരകത്ത് ബസ്സേ വന്ന് ഒത്തിരി ആൾക്കാരുണ്ടെന്ന് ഓർത്തല്ലേ. അതാ ആരെയിലേക്ക് ഇരുന്ന് പോകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും 5 കിലോമീറ്ററാ അതായത് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അല്ല എവിടെ വരെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ കാണാൻ. അത് പറഞ്ഞില്ലേ, ചോദിച്ചില്ലേ? ചോദിച്ചാണ്. അപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ മാന ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരത് കാ പ്രഥമ ഗാവ് മാന. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമമാണ് മാന വില്ലേജ്. ഇവിടെ ഇതുപോലെ ഇഷ്ടം പോലെ ഇവരിത് ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാരെ ഇതിലിരുത്തി നടക്കാൻ വയ്യാത്തവരെയൊക്കെ ഇവർ മലമുകളിലോട്ടൊക്കെ കൊണ്ടുവന്ന് ഇതിലിരുത്തിക്കൊണ്ട്. അപ്പം മാന നടന്നു പോയി കാണാൻ പറ്റാത്തവർക്ക് ബാസ്ക്കറ്റ് ഉപയോഗിച്ച് പോയി കാണാം. അപ്പം നമ്മൾ ബാസ്ക്കറ്റിൽ പോകുന്നില്ല, നടന്നു പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. കയറിക്കോ എന്ന് പറഞ്ഞാൽ നടക്കാൻ കുഴപ്പമില്ലെങ്കിലും കയറിക്കോ എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരാൾക്ക് 5000 രൂപ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 5 കിലോമീറ്റർ. റേറ്റ് മാറിയും പറഞ്ഞൊക്കെ ഇരിക്കുമായിരിക്കും. ചോദിച്ചാൽ 5000 രൂപ. ട്രാവലറും അതുപോലെ തന്നെ വലിയ വണ്ടികളെല്ലാം അവിടെ വരെ ഉള്ളൂ. ബാക്കി കാറുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ. ഡൽഹി 543 കിലോമീറ്റർ, ഫസലിക്ക 825 കിലോമീറ്റർ, ഗാസിയാബാദ് 505, ഋഷികേശ് 299 കിലോമീറ്റർ. അളകനന്ദ അതെ ആ ഒഴുകുന്നത്. പഴയ ഒരു പാലം കണ്ടോ, ഇരുമ്പ് പാലം. അവിടെ 2-3 കുറച്ച് ടെൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ഇതുപോലത്തെ പൂക്കളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലാൻഡ്സ്കേപ്പാണ്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ. ഉത്തരാഖണ്ഡിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ ഈ മലകളും ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗി. ഏറ്റവും ഇതുവരെ നമ്മൾ പോയതിൽ വെച്ച് ഹിമാചലിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉത്തരാഖണ്ഡാണ്. ഈ ചുറ്റിലും കാണുന്ന ഹിമാലയൻ മലനിരകളാണ് ഉത്തരാഖണ്ഡിൻ്റെയും ഹിമാചലിൻ്റെയൊക്കെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ ബൈക്കിനോ കാറിനോ അല്ല വരുന്നതെങ്കിൽ ഇങ്ങോട്ട് കയറി വരായിരുന്നു കുറച്ചുകൂടെ. ഈ മനോഹരമായ ഈ മാന വില്ലേജ് സന്ദർശിക്കാനായിട്ട് എല്ലാ വർഷവും ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും അതുപോലെ ഹേംകുണ്ട് സാഹിബിലും വരുന്ന തീർത്ഥാടകരും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാരയിലും ബദ്രിനാഥ് ക്ഷേത്രത്തിലും എത്തുന്ന തീർത്ഥാടകർ ഏറെ പേര് ഇവിടെയും സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാന വില്ലേജിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ വില്ലേജിലേക്കുള്ള എൻട്രൻസ് ആയത് ജയ് മഹാവീർ ഖണ്ഡാകർണ പ്രവേശ് ദ്വാർ, സീമാൻ ഗാവ് മാന, ശ്രീ സരസ്വതി വിജ്ഞാൻ ധാം, മഹർഷി ഭഗവാൻ വേദവ്യാസ് ഗുഫ, ശ്രീ ഗണേഷ് ഗുഫ.
ഇനിയിപ്പോൾ നമ്മൾ ഈ കുറച്ച് ദൂരം ഈ വില്ലേജിനകത്തൂടെയാണ് പോകുന്നത്. वो ऐसे इसके क्या बोलते हैं इसे? वो आप एक कार रहे हो ना, उसे क्या बोलते हैं? हाँ, वो क्या बोलते हैं? नाइक, गुनाई, गुनाई, स्वेटर सब ഗുണായി എന്ന് ഇവർ പറയുന്നതിന്. ഇവിടെ ഇഷ്ടം പോലെ ഹാൻഡ് മെയ്ഡ് ക്ലോത്ത്സ് ഇതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. എല്ലാം ഇവർ കൈകൊണ്ട് തുന്നി ചെയ്യണത് നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ഹാൻഡ് മെയ്ഡ് ഡ്രസ്സുകൾ ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം വുളൻ ക്ലോത്ത്സിന്റെ സ്റ്റോറുകളോ? അതെ, അമ്മച്ച നിൽക്കുന്നുണ്ടോ? അതെ, ആൾക്കാരെല്ലാം ബാസ്ക്കറ്റിൽ കയറി പോന്നു. ഒരു കൈകൊണ്ട് നിന്ന് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. മാനാ വില്ലേജിലെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ. പഞ്ചപാണ്ഡവർ സ്വർഗാരോഹണത്തിന് പോയത് ഈ മാനാ ഗ്രാമത്തിലൂടെയാണെന്നാണ് വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വീടിൻ്റെ മേൽക്കൂരയാണ്, ഫുള്ള് കല്ല, പാളിക്കല്ലുകൾ നിരത്തി വെച്ച. ഇതൊരു ആപ്പിൾ മരമായി നിൽക്കുന്നത്. ഇവിടെയൊക്കെ ആപ്പിൾ ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഭീംപുള്ളിലേക്ക് പോകുന്ന വഴി ഇതിലെ ജയശ്രീ ഖണ്ഡാകർണ മഹാവീർ യോഗ ഗുരു. ഇത് ഖണ്ഡാകർണ ക്ഷേത്രമാണ്. ഇവിടുത്തെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇനി ഈ ഗ്രാമത്തിനുള്ളിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഭീം ഫൂൽ 900 മീറ്റർ. ഇനിയിപ്പോൾ 900 മീറ്ററോടെ നമുക്ക് പാലത്തിലേക്ക് നടക്കണം. ഈ മാനാ ഗ്രാമത്തിൽ മെയിനായിട്ട് കാണാനുള്ളത് വേദവ്യാസ ഗുഹ, അതുപോലെ ഗണേശ ഗുഹ, പിന്നെ സരസ്വതി നദി ഒഴുകുന്നത് നമുക്കിവിടെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ വസുധാരയെന്നൊരു വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ സരസ്വതി നദിക്ക് കുറുകെ ഭീമൻ നിർമ്മിച്ചൊരു പാലമുണ്ട്. പാലം കാണാനായിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ കൃഷികൾ അതൊക്കെ എന്നൊക്കെയാണെന്ന് അറിയത്തില്ല. ഇത് ക്യാബേജാണ്. ഈ ഗ്രാമത്തിനകത്ത് തന്നെയുള്ള ഈ ചെറിയ ചെറിയ കൃഷിയിടങ്ങളിലാണ് അവർ കൃഷി ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് ചെറിയൊരു 2 നില വീടാണ്. നോക്കി, അതിൻ്റെ മുകളിലും കല്ലാണ് പാകിയേക്കുന്നത്. ഇതുണ്ട്, ഇവിടുത്തെ ഈ വീടുകളെല്ലാം ഉണ്ടോ, ചെറിയ വീടാണെങ്കിലും 2 നിലയായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്, തടിയുണ്ട്. സംഗം വ്യൂ പോയിന്റ്, ഭാരത് കാ പ്രഥമ പ്രയാഗ്, കേശവ പ്രയാഗ്, അളകനന്ദ ഏവം സരസ്വതി നദി ദർശൻ സ്ഥൽ. ഭാരതത്തിലെ ആദ്യത്തെ 2 നദികൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണിത്. കേശവ പ്രയാഗ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതെ, ഈ ഒഴുകി വരുന്നതാണ് പുണ്യനദിയായ സരസ്വതി നദി. അപ്പം അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് പുണ്യനദിയായ അളകനന്ദ നദി. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു 100 മീറ്റർ താഴേക്ക് ഇറങ്ങി വരണം ഈ സംഗമസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ. ഇപ്പം മഞ്ഞൊരുകി വരുന്ന സമയമാണ്ട് 2 നദികളിലെ വെള്ളം നല്ല കലക്ക വെള്ളമാണ്, നല്ല കുത്തൊഴുക്കാണ് നദിയിൽ. താഴെ ഒരു തൂക്കുപാലമുണ്ട്. ഇതുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പണിതാന്ന് തോന്നുന്നു, പക്ഷെ അതെല്ലാം വെള്ളം കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ എന്നാ ശക്തിക്കാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇതുണ്ട, കോൺക്രീറ്റിന്റെ വലിയ ഭീമുകളൊക്കെ ഒഴുകി വന്ന് കിടപ്പുണ്ട്. ഈ സരസ്വതി നദി ഒഴുകി വരുന്നത് നമുക്കിവിടെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, ഈ മാനാ വില്ലേജിൽ. ഇവിടെ അപ്രത്യക്ഷമാകുന്ന ഈ സരസ്വതി നദി പിന്നീട് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ വെച്ച് ഗംഗയും യമുനയും സംഗമിക്കുന്നിടത്ത് ഭൂമിക്കടിയിൽ വെച്ച് സംഗമിക്കുന്നതെന്നാണ് വിശ്വാസം. മോളിൽ നിന്ന് നല്ല കുത്തിറക്കം ഇറങ്ങി വേണം നമ്മൾ ഈ സംഗമസ്ഥാനത്തേക്ക് തന്നെ. നീ കയറ്റം കയറാൻ ഇച്ചിരി പാടാ, വണ്ടി കയറ്റം വലിക്കുന്നില്ല. ഒരു ബാസ്ക്കറ്റ് വിളിക്കണോ? വേണ്ട, അവരെ കൊണ്ട് എങ്ങനെയാ ചോപ്പിക്കുന്നത്, നമുക്ക് നടക്കാമല്ലോ. ബാസ്ക്കറ്റ് ഒരെണ്ണം വാടകയ്ക്ക് മേടിച്ചാൽ മതി, ഇവൻ ചോദിച്ചോളൂ. എന്നാ ഒരെണ്ണം മേടിക്കട്ടെ, പിന്നെ കൊടുക്കാം. ഇച്ചിരി ഓക്സിജൻ കൊടുത്തോ. അതെ, ഇൻഹേലർ തപ്പോ ഒരാളെ. ഉണ്ടോ പൂക്കൾ നിൽക്കുന്നുണ്ടോ? പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതൊക്കെ നിറയെ പൂക്കളാവും. കാര്യം 100 മീറ്റർ ഉള്ളെങ്കിലും ഇറങ്ങിപ്പോകാൻ എളുപ്പമായിരുന്നു. ഇന്നലെ നടന്നുകൊണ്ട് ഇറങ്ങിപ്പോകാനും അത്ര എളുപ്പമില്ല. ഇന്നലെ നടന്നതിൻ്റെ വേദനയെ മുട്ടിനില്ല. ഇതേ ഇവിടുത്തെ ചൊറിയണമെന്ന് തോന്നി നിൽക്കുന്നത്. താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് പള്ളക്കകത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് കാലേ മുട്ടിട്ട് ചൊറിയ. തൊട്ടോ തൊട്ട് നോക്കിയേ, അങ്ങനെ നല്ലത് തൊട്ട് ഇങ്ങനെ 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 കൈയിട അതിനകത്തോട്ട്. ആ മലയുടെ അടിവാരത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിലേക്ക് റോഡുണ്ട് കേട്ടോ. എന്നാ വലിയ മലകളല്ലേ, മലനിരകൾ. ഈ വില്ലേജിനകത്തൂടെ തന്നെ നമ്മുടെ ഈ വഴി മൊത്തം. അതെ, അല്ലാതെയും പോകാം കേട്ടോ. അതിന് മുകളിൽ കൂടെ കയറിയുമ്പോൾ നമ്മൾ ഇതിനകത്തൂടെ ഇറങ്ങി വന്നേ. അതും ആ ഗ്രാമത്തിനകത്തോടെ തന്നെയാണ്. സരസ്വതിയുടെ തീരത്തോടെ തന്നെ ഒരു ചെറിയ വഴിയുണ്ട്, അതിലേം കയറിപ്പോ. അതിൽ നമുക്ക് തിരിച്ച് ആ വഴിക്ക് ഇറങ്ങി വരാം. അതിലേ പോകുമ്പോൾ നിറയെ ഷോപ്പുകളാണ്. ഇവിടെയും റൂമുകളൊക്കെ കിട്ടും. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന എല്ലാ വർഷവും. ഈ മഞ്ഞുകാലത്തെ ബദ്രീനാഥ് ക്ഷേത്രം അടയ്ക്കുമ്പം
ഈ ഗ്രാമത്തിലുള്ളവരും താഴെയുള്ള ഗ്രാമങ്ങളിലേക്ക് പോകും. പിന്നെ ക്ഷേത്രം തുറന്നു കഴിഞ്ഞിട്ട് ഇവരും തിരിച്ചു വരത്തുള്ളൂ ഇങ്ങോട്ട്. ഫലത്തിൽ ഒരു 6 മാസമേ വർഷത്തിൽ ഇവരിവിടെ താമസിക്കുന്നുള്ളൂ. ആ ബാക്കി സമയം താഴെയുള്ള ഗ്രാമങ്ങളിലായിരിക്കും ഇവർ താമസിക്കുന്നത്. അവിടെ ഇവർക്ക് വീടുകളൊക്കെ ഉണ്ട്. ഈ ഡോളിയിൽ ഇഷ്ടം പോലെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. നടക്കാൻ വയ്യാത്തവരിതിലേ പോകുന്നത്. പക്ഷെ ഇത് പിന്നെ ഒത്തിരി വലിയ കുത്തുകയറ്റങ്ങളൊന്നും ഇല്ല. ചെറിയ സ്ലോപ്പായിട്ടുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട്. പോലീസ് ചൗക്കി മാണ, കൊത്തവാലി, ശ്രീ ബദരീനാഥ്, ജൻപദ്, ചമോലി, ഭീംപുൽ, സരസ്വതി ധാം, കേശവ പ്രയാഗ്, ഗണേശ് ഗുഫ, വ്യാസ് ഗുഫ. ഗണേശ് ഗുഫയും വ്യാസ് ഗുഫയും ഇതിലെ റൈറ്റിലേക്ക് പോകണം. ബാക്കിയെല്ലാം ലെഫ്റ്റാണ്. അതിൽ നമ്മൾ കേശവ പ്രയാഗ് നമ്മളിപ്പോൾ കണ്ടു, താഴെ ഇറങ്ങിപ്പോയി. എന്നാൽ ഇതിവിടെ പോയിട്ട് വരാം. ഉത്തരാഖണ്ഡ് ജൽ സംസ്ഥാൻ, ഗോപേശ്വർ, ചമോലി ഡിസ്ട്രിക്ട്. ദേവഭൂമി ആഗമൻ पर आपका हार्दिक स्वागत एवं अभिनंदन करता है. ഇവർ 6 മാസം താഴെയുള്ള ഗ്രാമങ്ങളിലാന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ലേഡീസൊക്കെ ഇതുപോലെ തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ തുന്നുന്ന ജോലിയാണ് ചെയ്യുന്നത്, കമ്പിളി വസ്ത്രങ്ങളൊക്കെ. എന്നിട്ട് ഇവർ ഈ സീസൺ ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ വിൽക്കും. അതുപോലെ ജെൻസ് അവിടെ ചെല്ലുമ്പം ഡ്രൈവിംഗ് ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ അവരും ആണുങ്ങളും ഇതുപോലെ തുന്നലൊക്കെ ചെയ്യും. എന്നാലും കൂടുതലും ജെൻസ് ഡ്രൈവിങ്ങാണ് ചെയ്യുന്നത്. ഇവർ ഈ തുന്നുന്നത് കാണാൻ നല്ല രസമുണ്ട് തരുന്നുണ്ട്. ഇതിവിടുത്തെ സ്ത്രീകളുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ആ നിൽക്കുന്നുണ്ട് പൈൻമരത്തിൻ്റെ പൂവാണ്. അപ്പോൾ നമ്മൾ ഭീംപൂലിൻ്റെ അടുത്ത് എത്താറായി. നല്ല തിരക്കുണ്ട് എന്നാണേലും. ഇപ്പോഴേ സമയം 1 മണിയായി. ഇപ്പം തന്നെ നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് പോകണം. ഇങ്ങോട്ട് വന്നപ്പോൾ വഴിയൊക്കെ ഇടുങ്ങി. ഈ പാറയുടെ അടിയിൽ കൂടെ പോയി. നല്ല തണുപ്പും. അതെ, ഈ പാറയുടെ അടിയിലേക്ക് വന്നപ്പോൾ നല്ല തണുപ്പ്. ഈ പാറയുടെ അടിയിലായിട്ട് സരസ്വതി ദേവിയുടെ രൂപം വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. നല്ല ശുദ്ധവെള്ളം അതിങ്ങനെ ആൾക്കാർ ശേഖരിച്ചോണ്ട് പോകുന്നുണ്ട്. അതെ, ആ കാണുന്ന വലിയ പാറയാണ് ഭീംപൂൽ എന്നറിയപ്പെടുന്നത്. സ്വർഗാരോഹണ സമയത്ത് പഞ്ചപാണ്ഡവർ ഇതുവഴി വന്നപ്പോൾ ഈ സരസ്വതി നദി മുറിച്ചെടുക്കാൻ വേണ്ടി ഭീമൻ എടുത്തു വെച്ച പാറയാണ്. ഇതാണ് ഭീംപൂൽ എന്നറിയപ്പെടുന്നത്. ഈ സരസ്വതി നദിയുടെ തീരത്ത് തന്നെ സരസ്വതി ദേവിയുടെ ക്ഷേത്രമുണ്ട്, സരസ്വതി ധാം. ഈ സരസ്വതി നദി അപ്രത്യക്ഷമാകുന്നതിൻ്റെ പിന്നിലൊരു കഥ പറയുന്നുണ്ട് പുരാണങ്ങളിലൊക്കെ. അതായത് ഈ സരസ്വതി നദിയുടെ അടുത്തുള്ള വ്യാസഗുഹയിലിരുന്ന് വ്യാസമഹർഷി ചൊല്ലിക്കൊടുക്കുന്ന ശ്ലോകം അടുത്തുള്ള ഗണേശ ഗുഹയിലിരുന്നാണ് ഗണേശ ഭഗവാൻ എഴുതിയെടുത്തിരുന്നത്. ഈ സരസ്വതി നദി ഒഴുകുന്ന ശബ്ദം കേട്ടിട്ട് വ്യാസഭഗവാൻ ചൊല്ലിക്കൊടുക്കുന്ന ശ്ലോകം കേൾക്കാൻ പറ്റാതെ വന്നും ഗണപതി ഭഗവാൻ ശപിച്ചാണ് സരസ്വതി നദി അപ്രത്യക്ഷമായതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. നമ്മളിപ്പം ഇറങ്ങി വന്ന വഴിയാണ്. ഇവിടെ പിന്നെ മണ്ണില്ലാത്തതുകൊണ്ട് ഇടിഞ്ഞു വീഴുമെന്നും അങ്ങനെ പേടിപ്പിക്കേണ്ട. വലിയ വലിയ പാറക്കെട്ടുകളാണ് മൊത്തം. വലിയ കല്ലുകളായിരിക്കുന്നത്. ആ മുകളിലിരിക്കുന്ന ഒരു കല്ലൊക്കെ ഉണ്ട്. സ്വർഗാരോഹണ മാർഗ്. പഞ്ചപാണ്ഡവര് സ്വർഗാരോഹണത്തിന് പോയ വഴിയേത്. പഞ്ചപാണ്ഡവരുടെയും ദ്രൗപദി ദേവിയുടെയും പ്രതിമകളാണ് ഈ കാണുന്നത്. കൂടെ സ്വർഗാരോഹണ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായുടെയും പ്രതിമ ഇവിടെ ഉണ്ട്. മുന്നിൽ നിൽക്കുന്നതാണ് യുധിഷ്ഠിരൻ, അതിന് പിന്നിൽ ഭീമൻ, പിന്നെ അർജുനൻ, നകുലൻ, ദ്രൗപദി ദേവി, സഹദേവൻ. സ്വർഗാരോഹണ യാത്രയിൽ പഞ്ചപാണ്ഡവരുടെ കൂടെ നായയുടെ രൂപത്തിൽ പോയത് യമദേവനാണെന്നാണ് വിശ്വാസം. ഹിന്ദുസ്ഥാൻ കി സബ്സെ പെഹലി ദുകാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടീ ഷോപ്പാണ്. തണുപ്പൊക്കെ ഇറങ്ങാൻ തുടങ്ങിയാണ്. നമുക്ക് ചായ കുറച്ച് വെച്ചിട്ട് പോകാം. അപ്പോൾ നമ്മൾ 2 ചായയും 2 മാഗിയും പറഞ്ഞു, ഒരു ഒനിയൻ പക്കോടയും വേണ്ടിയിട്ടുണ്ട്. ഇവർ നേരത്തെ ഒന്ന് ചായ കുടിച്ചു. അപ്പോൾ നമ്മൾ ബാക്കി 2 വേണ്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്, വസുധാര വാട്ടർഫോൾ. അപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്ത് പോകണം. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാൻ തുടങ്ങി, പിന്നെ മഞ്ഞൊക്കെ കയറാൻ തുടങ്ങി. നമ്മൾ കോട്ടൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയല്ല, അവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ട്രെക്ക് ചെയ്ത് പോകണം. നമുക്ക് വേറെ കുറേ സ്ഥലങ്ങളും കാണാം. അതൊക്കെ ഇനി വരുമ്പോൾ നമുക്ക് പോവാം. പിന്നെ വരുമ്പോൾ കാണാൻ എന്തെങ്കിലും വേണ്ട. കോട്ട് എടുത്തിട്ടുണ്ടായിരുന്ന പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം മഴ അതിനാണോ നമ്മൾ അവിടുന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇവിടെ ചൂടാന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് കോട്ടൊന്നും വണ്ടിയിൽ നിന്ന് എടുത്തില്ല. അങ്ങോട്ട് നോക്കിയാൽ ആ മലയുടെ മുകളിലൊക്കെ മഞ്ഞിറങ്ങാൻ തുടങ്ങി. എനിക്ക് ആ മലയുടെ മുകളിൽ കാണുന്ന എല്ലാം ഇവിടുത്തെ വീടുകളാണ്. അപ്പം അതിൽ കൂടുതലും കല്ലുകൊണ്ട് നിർമ്മിച്ചേക്കുന്ന വീടുകളാണ്. ആ മോളിൽ കാണുന്ന റോഡ് ഇന്ത്യ ചൈന ബോർഡറായ മാനാപാസിലോട്ട് പോകുന്ന റോഡാണ്.
സിവിലിയൻസിനൊന്നും അലൗഡ് അല്ല. ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററാണ് മാനാ പാസിലോട്ടുള്ളത്. ഇനി പോകണമെങ്കിൽ തന്നെ പ്രത്യേകം പെർമിറ്റ് എടുക്കണം. നമ്മളെ മുമ്പേ അങ്ങ് അവിടെയായിരുന്നു നിന്നത്. ദേ അങ്ങ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണ്ട കല്ല് കെട്ടിയ വീടുകളാണ് ഇതൊക്കെ. കണ്ടോ, ചെറിയ വീടുകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 10,500 അടി ഉയരത്തിലാണ് മാനാ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ വ്യാസഗുഹയും ഗണേശ ഗുഹയും കാണാനായിട്ട് പോകുന്നത്. ഇതൊക്കെ കല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. വ്യാസഗുഹയിലേക്ക് ഇനി 300 മീറ്റർ ദൂരം കൂടെ ഉണ്ട്. ശ്രീ വേദവ്യാസ ഗുഹ, സത്യം പരം ധീമഹി. ഈ വലിയ പാറക്കെട്ടിൻ്റെ അടിയിലാണ് വ്യാസഗുഹ. 5300 വർഷം മിച്ചം പഴക്കമുണ്ട് ഈ ഗുഹയ്ക്ക്. ഇപ്പോൾ ചെരുപ്പൊക്കെ വെളിയിൽ ഊരിയിട്ടിട്ട് വേണം ഗുഹയ്ക്കകത്തേക്ക് കയറാനായിട്ട്. This holy cave is 5330 years old in 2022. 2022 5330 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇപ്പോൾ 5333. വേദവ്യാസ മഹർഷി ഈ ഗുഹയിലിരുന്നാണ് മഹാഭാരതവും മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ രചിച്ചത്. ഹരി ഓം ശ്രീ ശിവായ നമസ്തുഭ്യ. മഹാഭാരതം എഴുതുന്ന ഒരു പിക്ചറായി കൊടുത്തിരിക്കുന്നത്. ശ്രീ ഗണേശ ഗുഹ. ഈ ഗുഹയിലിരുന്നാണ് വ്യാസ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഗണേശ ഭഗവാന് മഹാഭാരതം എഴുതിയത്. അച്ഛൻ ഇതേ ഇവിടെ നിന്നൊരു തൊപ്പിയൊക്കെ മേടിക്കുന്നുണ്ട്. ഈ തൊപ്പി ഈ ഹിമാചൽ പ്രദേശിലുള്ളവർ ഇവിടെയുള്ളവരൊക്കെ ജനിച്ച് വയ്ക്കുന്ന തൊപ്പിയത്. ഉദാഹരണം വെക്കുകയാണെങ്കിലേ മുട്ടയാണെന്നറിയത്തില്ലോ. അതറിയത്തില്ല. അതുപോലെ തണുപ്പടിക്കാതെ ഇരിക്കും. തണുപ്പടിക്കത്തില്ല, വെയിലും അടിക്കത്തില്ല. ഇത് തുണി ആയതുകൊണ്ടേ, കോട്ടൺ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കോട്ടൺ അല്ലെന്ന് തോന്നുന്നു, കമ്പിളി പോലുള്ളതാണ്. പക്ഷെ അത് വെക്കുമ്പോൾ ചൂട് തലയ്ക്ക് നല്ല ഇതല്ലേ? അല്ലേ തന്നെ തലയ്ക്ക് ചെറിയ ചൂടാണ്. ശരിയാ. ഇപ്പോൾ ഓരോ തൊപ്പി മേടിച്ചു. ചാത്തുണ്ണിക്ക് ഒരു തൊപ്പി മേടിച്ചു. അതെ അതെ. അതുണ്ട്. അന്നേരം രണ്ട് ഇതായിപ്പോയി. അതെ. അപ്പോൾ നമ്മൾ ഇതുവഴിയായിരുന്നു പോയത്. അതുവഴി പോയിട്ട് ഇതുവഴി ഇറങ്ങി വന്നു. അപ്പോൾ അതുവഴി പോകുമ്പോഴാണ് ഭീംപോളും സരസ്വതി ഡാമും കേശവപ്രയാഗും ഒക്കെ ഉള്ളത്. അപ്പം ഇതുവഴി പോവുകയാണെങ്കിൽ ആദ്യം ഗണേശ ഗുഹ, അത് കഴിഞ്ഞ് വ്യാസഗുഹ. ഏകദേശം മഴയൊക്കെ ഒന്ന് പെയ്യാൻ വന്നതാണ്, പെയ്തില്ല. പക്ഷെ അങ്ങൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. കണ്ടോ, ആ മലനിരകളിലൊക്കെ മഞ്ഞായി. ഇവരെ ഈ ബാസ്ക്കറ്റെല്ലാം എടുത്തോണ്ട് പോകുന്നതിനെ ഇവർ നമ്മളോട് 5000 ചോദിച്ചു. നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് 5000 ചോദിച്ചേ. 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും 1200 രൂപയ്ക്കും ഒക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ആണോ? ആ, മുമ്പ് രണ്ടുപേരും വന്ന് അവിടെ നിന്ന് പറയുന്നത് കേട്ടോ 1000 രൂപയ്ക്ക്. 300 രൂപ വില വീശുന്നത്. ആ, ഇപ്പോൾ നമ്മൾ മാനാ വില്ലേജൊക്കെ കണ്ട്, നല്ല അടിപൊളി വില്ലേജ് കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ അവർ തൊപ്പി മേടിച്ചാലോ, നമുക്ക് ചെവിയെ വെക്കുന്ന ഒരെണ്ണം മേടിക്കാം. അവരാ വെള്ളക്കുപ്പി ഉണ്ടോ, അത് പുറത്തിട്ടോണ്ട് പോകുന്നുണ്ടോ? അതെ, അങ്ങ് കാണുന്നത് അവിടെ നമ്മൾ ആ വണ്ടി നിർത്തിയിട്ട് പോകുന്നത്. ശരിക്കും അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഇടാനും സ്ഥലമില്ല, തിരിക്കാനും സ്ഥലമില്ല. അങ്ങോട്ട് വരുന്ന വണ്ടിയും പോകുന്ന വണ്ടിയും എല്ലാം കൂടെ ബ്ലോക്കായിട്ട് നിൽക്കുക. ഇപ്പോഴും ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. അവിടെ ഇട്ട് എല്ലാവരും വണ്ടിയൊക്കെ കഴുകുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളമാണ്, പക്ഷെ നല്ല തണുപ്പായിരിക്കും. മുമ്പേ ഒരു ഇടിമുഴക്കവും മഴയൊന്ന് ചാറി വന്നതാണ്. പക്ഷേ ഒരിക്കലും മഴ പെയ്യാതെ പോയി. പിന്നെ ആകാശം നല്ലപോലെ തെളിഞ്ഞെന്ന് പറഞ്ഞാൽ മുകളിലൊക്കെ മഞ്ഞുണ്ട്. കോടമഞ്ഞുണ്ട്. അങ്ങോട്ടേ ആ വാട്ടർഫോളിൻ്റെ അവിടെയൊക്കെ മഴയുണ്ടെന്നൊരു ആൾ മുമ്പ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. മഴയുണ്ട്, നല്ല കോടയാന്ന് പറഞ്ഞു. കാരണം നമ്മൾ അവിടെ ചെന്നപ്പോഴൊക്കെ ആ മലയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് കാണാമായിരുന്നു. ഇപ്പോൾ ഫുള്ള് കോട മൂടി. ആ ഒരു പാലം കണ്ടോ, അതിൻ്റെ തൊട്ട് പുറയിലിരിക്കുന്നുണ്ടോ, എന്നാ വലിയൊരു പാറയാന്ന് നോക്കി. ഇപ്പോഴേ ഇനി നമുക്ക് ഇച്ചിരി ചൂട് കഞ്ഞി കുടിക്കാം. ചൂട് കഞ്ഞിയും ചമ്മന്തിയും തൈരും. രാവിലെ നമ്മൾ ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു കഴിച്ചത്. അപ്പം രാവിലെ അരച്ച ചമ്മന്തി കുറച്ച് മിച്ചമുണ്ട്. ഇപ്പോൾ ഈ കഞ്ഞിക്കും തൈരിനും ചമ്മന്തിക്കും ഒക്കെ എന്താ ടേസ്റ്റെന്ന്. പോരാത്തതിന് ഇപ്പോൾ കുറച്ച് നടന്നിട്ടൂടെ വന്നല്ലേ, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. നൂഡിൽസൊക്കെ പെട്ടെന്ന് ദഹിച്ചല്ലേ മുത്തേ? ആ, പൊന്നൂന് എന്നെ പോലെ ചമ്മന്തി ഇഷ്ടമാണ്. ചമ്മന്തിയും തൈരും കൂടെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അത് കഞ്ഞിക്ക് കഴിക്കാനല്ല, ചോറിന് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ എന്തും കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ ഫുഡൊന്നും വെക്കാൻ വലിയ പാടില്ല. അത് ശരി, വിശപ്പുണ്ടേ എന്തും കഴിച്ചോളൂ. അങ്ങനെയല്ല, അല്ലെങ്കിലും കഴിക്കുവേ. അത് ശരിയാട്ടോ, വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. ഗ്ലാസ് എല്ലാം രാവിലെ തുടച്ച് നല്ല ക്ലീൻ ആക്കിയതായിരുന്നു. പക്ഷേ മുമ്പേ ഒന്ന് മഴ ചാറിയോണ്ട് ഗ്ലാസ് മൊത്തം പൊടിയായി. അപ്പോൾ നമ്മൾ ബദ്രീനാഥ് ക്ഷേത്രവും മാനാ വില്ലേജും ഒക്കെ വന്ന് കണ്ടു. പിന്നാണെങ്കിലും ഇവിടുത്തെ പ്രകൃതി ഭംഗി നല്ല രസമാണ്. ഇതൊരു വലിയ വണ്ടിയുടെ പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് വണ്ടികളെ ഇടത്തുള്ളല്ലോ. എന്നാലും കുറച്ച് വണ്ടികൾ ഇടാമല്ലോ.
അടുത്തൊരു പാർക്കിങ്ങും കൂടെ ഉണ്ട്. പഴയ വഴിയായിരുന്നു തോന്നുന്നത്. ഇതുണ്ട്, ഇതെല്ലാം ടെൻറ്റ് ഹൗസുകളാണ്. ഇതുണ്ടോ, അവരൊക്കെ ഇവിടെ ഫുഡ് വെച്ച് കഴിക്കുക. അപ്പോൾ ഭാരതത്തിൽ അങ്ങ് നമ്മുടെ മാപ്പ് എടുത്ത് നോക്കി അങ്ങ് താഴെയാണ് നമ്മുടെ കേരളം കിടക്കുന്നത്. നമ്മളിപ്പോൾ അത് മുകളിൽ മാനാ വില്ലേജ് വരെ എത്തി. അപ്പോൾ മാനാ വില്ലേജ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് വില്ലേജാണ്. പക്ഷേ അവിടുന്ന് ടിബറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറാണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് വില്ലേജാണ്. അപ്പോൾ അത് അങ്ങോട്ട് നോക്കിയേ മലനിരകളൊക്കെ കാണുന്നത് നമ്മുടെ ഹിമാലയ പർവ്വതമാണ് കാണുന്നത്. അപ്പോൾ നരനാരായണ പർവ്വതവും നടുക്ക മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് നീലകണ്ഠ പർവ്വതം. അപ്പോൾ സന്ധ്യ ആകുന്നതിന് മുമ്പേ നമുക്കങ്ങ് പോവാം. കുറച്ച് കാഴ്ചകളൂടെ ഒക്കെ കാണണ്ടേ. അപ്പോൾ നമ്മുടെ ലഡാക്ക് യാത്രയിൽ പ്ലാൻ ചെയ്യാത്ത ഒരു സ്ഥലമായിരുന്നു ഈ ബദ്രീനാഥ് യാത്രയും മാനാ വില്ലേജും ഒക്കെ. ബദ്രീനാഥ് മാത്രമല്ല, വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ. അതെ, അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. പ്ലാൻ ചെയ്ത് വന്നായിരുന്നേ ചിലപ്പോൾ നടക്കുകയല്ലായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം വന്നാൽ നമുക്ക് പിന്നെ വരാൻ തോന്നും കേട്ടോ ഇങ്ങോട്ട്. ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ അപ്പുറത്തൂടെ അതിൻ്റെ ഒരു പകുതി വരെ കയറിയായിരുന്നു, നടന്ന് കയറിയായിരുന്നു. അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. കാലിൻ്റെ മുട്ടിനൊക്കെ നല്ല വേദനയാണ്. നമ്മളെ ഇടദിവസങ്ങളിൽ വന്നുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് തൊട്ട് ഇനിയിപ്പം തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് മിക്കവാറേ താഴെക്കൂടല്ല, വൺവേ നമ്മൾ ഇങ്ങോട്ട് വന്നേ താഴെക്കൂടെ, ഇനി മുകളിൽ കൂടെ വേണം പോകാൻ. ഇതല്ലേ ഇവിടുത്തെ ഹിമാലയത്തിലെ മലകളെല്ലാം കുത്തനെയുള്ള മലകളാണ്. ഈ ബദ്രീനാഥിലെ ഇഷ്ടം പോലെ ഹോട്ടലുകളും ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ടെൻറ്റ് ഹൗസുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ആയിരിക്കും ഈ ടെൻറ്റുകളിൽ താമസിക്കുന്നത്. അതേപോലെ തന്നെ ഈ വരുന്നവരും ഇവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഉണ്ട്. നമ്മൾ ഈ മലകളെല്ലാം കയറി ഇവിടെ വരുമ്പോഴേ ഇവിടെ ഇത്രയും ഒരു നിരപ്പ് സ്ഥലം ഉണ്ടെന്ന് ഓർക്കുകയല്ലോ ഒരിക്കലും. പ്രതീക്ഷിക്കുകയല്ല. അതുപോലെ ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഓർത്തോ. ഒത്തിരി വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ. മുകളിലത്തെ ഒരു ക്രഷറാ, അത് BROയുടെ തന്നെ ആയിരിക്കും. ഹിമാലയത്തിലെ മിക്കവാറും റോഡുകളൊക്കെ തന്നെ പണിയുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. നീ കയറി വന്ന മല മുഴുവനും ഇറങ്ങണം. ഇറങ്ങിയാൽ മാത്രം പോരാ, ഇങ്ങോട്ടിറങ്ങിയ മലയെല്ലാം തിരിച്ച് കയറുകയും ചെയ്യണം. സൂര്യനതേ ആ മലയ്ക്കപ്പുറേ ചായാൻ തുടങ്ങി കേട്ടോ. അവിടുന്ന് മഞ്ഞൊക്കെ ഇനിയും ഒരുക്കാനുണ്ട്. അതുകൊണ്ടോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയി ഇവിടുന്ന് നേരെയാണ് പോയത്. ഇതിപ്പോൾ വൺവേ കൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇന്നലെ നമ്മൾ കയറി വന്ന കയറ്റമല്ല, ഇനി അങ്ങോട്ട് ഇറങ്ങുകയാണ്. മെയിൻ ഡ്രൈവർ ഇതിലെ ഓടിച്ചില്ലായിരുന്നു. ഇവിടെ 2 ദിവസത്തോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മലകളിലൂടെ ഒക്കെ കയറായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലേക്കും നടന്ന് കയറി പോകണം. ട്രെക്കിംഗ് ആണ്. ട്രെക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്ഥലങ്ങളാണ്. അതെ അതെ. ഇവിടെ കുറച്ച് ദൂരം നല്ല വഴിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 കിലോമീറ്റർ നല്ല വഴിയാണ്. പിന്നെ ആ ജോഷിമഠ് ചെല്ലുമ്പോഴാണ് ഇച്ചിരി ഇടുങ്ങിയ വഴി. ജോഷിമഠിൽ നിന്ന് താഴെ ഇറങ്ങുന്നവരെ മോശം വഴി ഇച്ചിരി. ഇനിയിപ്പോൾ ഇറക്കമായതുകൊണ്ട് എഞ്ചിൻ ബ്രേക്ക് ഒക്കെ ഇട്ടങ്ങ് പോയാൽ മതിയല്ലോ. എഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ട് പൊക്കും. ഇവിടെ കുറച്ച് ദൂരം വഴി മോശമാണ്. എനിക്ക് തോന്നുന്നു പണിതിട്ട് ഇടിഞ്ഞു പോയതാണോന്ന് സംശയം. അവിടെ പാലം പണിയുന്നുണ്ടായിരുന്നു. അല്ല, ഒരു പണിതല്ലെന്ന് തോന്നുന്നു. അവിടെ ഒരു പാലം പണിയാനാണെന്ന് തോന്നുന്നു. അതിനുള്ള സാധനങ്ങളായി കൊണ്ടുവരുന്നിട്ടേക്കുന്നത്. ഇവിടെ എല്ലാവേ കൂടുതൽ ഇരുമ്പ് പാലങ്ങളാണല്ലോ പണിയുന്നത്. എല്ലാം ഇരുമ്പ് പാലങ്ങളാണ്. ഇവിടെ എല്ലാവേ കോൺക്രീറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പാടാ. ഇരുമ്പാകുമ്പം വേറെ സ്ഥലങ്ങളിൽ നിന്ന് പണിതുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് ബോൾട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. അടിമാതം കോൺക്രീറ്റ് ചെയ്താൽ മതിയല്ലോ. മുകളിലോട്ട് നോക്കിയാൽ മലയുടെ മുകൾവശം കാണത്തില്ല. മുകളിലോട്ട് നോക്കണ്ട, വഴി നോക്കി ഓടിച്ചാൽ മതി. അതുകൊണ്ടോ പാറ നിൽക്കുന്നുണ്ടോ? മെയിൻ ഡ്രൈവർ വിട്ടു പോവാണല്ലോ. ആ കല്ലെല്ലാം കൂടെ ഇപ്പൊ അടന്ന് മുകളിലോട്ട് വീഴുമെന്ന് ഓർക്കുമല്ലോ. അതെനിക്ക് തോന്നുന്നു. അവിടുന്ന് എനിക്ക് തോന്നി അവിടുന്ന് പോകുന്ന കണ്ടപ്പോഴേ. 1 കിലോമീറ്റർ റിസ്ക് എടുക്കുന്നതെന്ന് ഓർത്തോണ്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങി ഞാൻ 1 കിലോമീറ്റർ നടന്നാ ഇപ്പൊ ഇവിടെ വന്നത്. അവിടുന്ന് വിട്ടു പോരുന്ന കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് എന്നെ ഇച്ചിരി ഓടിക്കോട്ടെന്നും കൊണ്ടായിരിക്കും ഓർത്തു. പിന്നെ മനസ്സിലായി കല്ലിങ്ങനെ മോള് നിൽക്കുകയല്ലേ, അത് കണ്ടാണ്ട് വിട്ടുപോയതാന്ന് പിന്നെ മനസ്സിലായേ. അങ്ങോട്ട് പോയപ്പോഴേ ഇവിടെ ഒന്നും
കാണാൻ പറ്റിയില്ല നല്ലപോലെ. രാത്രിയില്ല നമ്മളിവിടെ രാത്രിയിലാണ് കയറിപ്പോയി. ഇവിടെ ഈ ഹിമാലയത്തിലെ ഒരുപാട് ഗുഹകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അതിലൊക്കെ സന്യാസിമാര് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇന്നലെ പോയപ്പോ കണ്ടു. അതെ അതെ അതെ, സന്യാസിമാരല്ലാത്തവരും വരുന്നിരിപ്പുണ്ട്. ഈ ടെൻഷനൊക്കെ കൂടുമ്പോഴേ ആൾക്കാർ ഇവിടെ വന്ന് ധ്യാനത്തിലിരിക്കും ഇങ്ങനെ. ഞാനൊന്ന് വന്ന് ധ്യാനത്തിലിരുന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ശരി, ആ തലയുടെ ചൂട് ചിലപ്പോ കുറയാം. മെഡിറ്റേറ്റ് ചെയ്യാനേ ഏറ്റവും നല്ല സ്ഥലം ഉത്തരാഖണ്ഡ. അതുകൊണ്ട് ആ കല്ലുകളെല്ലാം ഈ മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടു വന്ന് കിടക്കുന്ന. നമ്മളിപ്പം കാശ്മീർ ആയാലും ലഡാക്ക് ആണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും ഹിമാചൽ ആണെങ്കിലും എവിടെ യാത്ര ചെയ്യുമ്പോഴും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്കിനിയും താഴേക്ക് ഇറങ്ങി പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. അതുകൊണ്ടോ അങ്ങ് താഴെ ചെല്ലുമ്പോൾ അതുകൊണ്ട് ആ നദിയുടെ സൈഡിൽ കൂടെ റോഡ് പോകുന്നതുണ്ടോ, ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഉത്തരാഖണ്ഡിലുണ്ടല്ലോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വരുമ്പം ഭയങ്കര എന്താ പറയുക, ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം ആ നേച്ചറിൻ്റെ സൗണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആളും ബഹളോ അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഇപ്പം ഓരോ സ്ഥലത്ത് പോയി അവിടെ സൈലൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ ആ ഒരു എന്താ പറയുക, ആ നേച്ചറിൻ്റെ ആ ഒരു സൗണ്ട് ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് അത്. വളവെല്ലാം നല്ലപോലെ ഇവിടെ തീർന്ന് ഒടിഞ്ഞു പോകണം. ഇച്ചിരിയൊക്കെ ലെഫ്റ്റിലോട് ചേർന്നാലും കുഴപ്പമൊന്നുമില്ല. എന്താണേലും ഉത്തരാഖണ്ഡും ഹിമാചലും ലഡാക്കും കാശ്മീരും അവിടുത്തെ ഡ്രൈവിങ് ഒരു നല്ലൊരു ഫീലാണ് അല്ലേ? ഇവിടെ നല്ല അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങാണ്. നമ്മൾ ലഡാക്ക് പോയെന്ന് പറഞ്ഞാലും ഓരോ മലയുടെ സൈഡിൽ കൂടെയും അതൊക്കെ വരും. പക്ഷെ ഇവിടുത്തെ മല എന്ന് പറയുന്നത് തൂക്കുമല ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, വേറൊരു ഫീലാണ് ഇവിടെ ഓടിക്കുമ്പോൾ. ഈ ഹില്ല് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഉത്തരാഖണ്ഡും ഹിമാചലും. അതാ അവരെ ഹിൽ ലൈസൻസ് ചോദിക്കുന്നത്. ഇവിടെ കുറച്ച് ടാറിങ് തീരാനുണ്ട്, അതുകൊണ്ട് ഇച്ചിരി വഴി മോശം. ആ കാണുന്ന ആ മലയുടെ കീഴേ കൂടാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു മലയുടെ അടിയിൽ കൂടെ. ഇത് ചെറുതോ? ഇതെന്താ ഇവിടൊക്കെ കല്ല് പൊഴിഞ്ഞ് വീഴുന്ന ഇതെന്താ? എന്നാ പിന്നെ വേഗം പോയേക്കാം. ഒത്തിരി വേഗം പോകണ്ട. അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ഈ കല്ലിനടിയില അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഡേഞ്ചറസ് ഒരു യാത്ര തന്നെ ഇത്. ഡേഞ്ചറസ് അല്ല, അഡ്വഞ്ചറസ്. അതെ. പക്ഷെ ഇവിടൊക്കെ ഇത്രയും വീതിക്ക് വഴി പണിയണല്ലേ, ഇത്ര ആഴത്തിന്നേ എന്തേറെ കഷ്ടപ്പെട്ടാലേ ഒരു വഴി ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ കാര്യത്തിലേ നമ്മളെ BROയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. അംഗീകരിച്ചേ പറ്റൂ. അതെ അതെ. ഈ റോഡ് പണിക്കിടയിലെ ഒരുപാട് തൊഴിലാളികളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മള് അപ്പുറത്ത് അതിലേ നടന്നില്ലേ ആ മാനാ വില്ലേജിൽ കൂടെ, എന്നിട്ട് പൊന്നുകുട്ടിയുടെ നേരെ ഒരു കല്ല് വന്നു. ആ മോളിൽ നിന്നൊന്നുമില്ല, അത് മേളിൽ നിന്ന് ആരാണ്ട് എറിഞ്ഞു തന്നെ. ആ മലയുടെ മുകളിൽ ഇഷ്ടംപോലെ ആട് നിൽക്കുന്നു. മോളിൽ നിൽപ്പുണ്ടായിരുന്നു. നമ്മളെ ഇപ്പൊ ഇതിലെ പ്രൈവറ്റ് ബസ്സുകൾ കുറെ പോയില്ലേ, ആ ബസ്സുകളെല്ലാം നമ്മള് പാർക്ക് ചെയ്തിരുന്നിടത്ത് പാർക്ക് ചെയ്തിട്ടുള്ള ബസ്സുകളായിരുന്നു. പക്ഷെ രാവിലെ പോയിട്ട് ഋഷികേശും ഹരിദ്വാറൊക്കെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന വണ്ടികളാണ്. അതിലാ കാറ് നമ്മൾ വന്ന വഴിക്ക് ഒരു കാറിന്റെ ഒരു ബസ്സുകാരൻ തട്ടിയില്ലായിരുന്നു, ആ ഡ്രൈവറേയും തട്ടി ഞാൻ. നമ്മുടെ ഗ്ലാസ്സിലേക്ക് നോക്കിയേ, ഹിമാലയം കാണാം. ഹിമാലയത്തിലെ മലനിരകൾ. ആ കാണുന്ന മലയാ കണ്ടത്. ആ ശരിയാ കേട്ടോ. അതെ, ആ ഇതിന്റെ മുകളിൽ കണ്ടോ സൂര്യപ്രകാശം അടിക്കുന്നത്, അത് കറക്റ്റാ. അളകനന്ദ നദിയാണ് ഒഴുകുന്നത്. മുമ്പേ നമ്മളെ കണ്ടതാ, പക്ഷേ ഓരോന്ന് കാണുമ്പോഴും പിന്നെ വീഡിയോ എടുക്കണമെന്ന് തോന്നും, അത്ര ഭംഗിയായത് കാണാൻ. അതെ, ആ മോളിൽ കൂടെ വണ്ടി പോകുന്നത് കണ്ടോ, ആ വഴിക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നേ. ഇവിടെ ഒരു ചെറിയ മന്ദിറുണ്ട്. ഇതാണ് ഹനുമാൻ കട്ടി, ഹനുമാൻ ചട്ടി. അത് തന്നെ ഹനുമാൻ ക്ഷേത്രമാണ് അല്ലേ? കരൺ പ്രയാഗ് 109 കിലോമീറ്റർ, ദേവപ്രയാഗ് 207, ഋഷികേശ് 284, ഹരിദ്വാർ 304 കിലോമീറ്റർ.
അതെ, കരൺപ്രയാഗ് എന്ന് എഴുതിയേക്കുന്നത്, പക്ഷെ അത് കർണപ്രയാഗാണ് സ്ഥലം. അപ്പൊ കരൺപ്രയാഗ് എഴുതി ഞാനത് വായിച്ചെന്നുള്ളൂ. നമ്മളിനി ജോഷിമഠൊക്കെ എത്തുമ്പോഴത്തേനും രാത്രിയാവും അല്ലേ? കാര്യം ബദ്രീനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ വെച്ചേ ഉള്ളൂ ജോഷിമഠിലേക്ക്. പക്ഷേ ഇവിടെ ഒന്നും കുഴപ്പമില്ല. കുറേ അങ്ങോട്ട് ചെല്ലുമ്പം ബ്ലോക്ക് ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറേ ദൂരം വീതി കുറഞ്ഞ വഴിയായതുകൊണ്ടേ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കുറയുമായിരിക്കും. തിരക്കില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ മലയുടെ ഏകദേശം താഴെ എത്തി. ഇവിടെ നിർത്തിക്കൊടുത്തു, ഒരു വണ്ടിയേ പോകത്തുള്ളൂ. ഇവിടെ നല്ല അടിപൊളി റോഡാണ്. ഇനി കുറച്ച് ദൂരം നല്ല റോഡാണ്. ഇതൊരു പഴയ പാലമായിരുന്നു, പണ്ടത്തെ ചെറിയ പാലം. ഇപ്പോൾ ഇതേ പുതിയ പാലം വന്നു. പാറ നിൽക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് വിഷ്ണുപ്രയാഗിലെത്തി. ഇവിടെ എല്ലാം റോഡ് ഇടിഞ്ഞു പോയതാ. ഇവിടെ പാലം പണിയാനാണ്. നമുക്ക് വെള്ളം നിറയ്ക്കണമായിരുന്നു, പക്ഷെ ഇവിടുന്ന് നിറയ്ക്കാൻ പറ്റിയല്ലായിരിക്കും അല്ലേ? ഇതുണ്ടോ, ഇവിടെ പാലം പണിയാനാണ് പണി നടക്കുന്നത്. അതുകൊണ്ടോ അതെല്ലാം ഇടിഞ്ഞു പോന്നാ. ഇതെല്ലാം ഇത് മുകളിൽ നിന്ന് ഇടിഞ്ഞു മുകളിലോട്ടുണ്ടോ? ചെറിയ മലയൊന്നുമല്ല, അത് മൊത്തം ഇടിഞ്ഞു പോന്നാ. നമ്മളെ ഈ മലയിറങ്ങി താഴെ വന്നപ്പോൾ തണുപ്പ് കുറഞ്ഞു. ഇനി അങ്ങോട്ട് ചെറിയ തണുപ്പേ കാണുള്ളൂ. ഇനിയിപ്പോഴേ ചൂട് തുടങ്ങും അങ്ങോട്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. അതിന്റെയൊക്കെ ഫ്രണ്ട് വശം അല്ലേ ഇടിഞ്ഞു പോയേക്കുന്നാണോ? എനിക്കൊന്ന് റോഡിന് ഈ മഞ്ഞുകാലത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാർ എല്ലാം ഇങ്ങോട്ട് പോരും, താഴേക്ക് പോരും. ഈ ഹനുമാൻ ചട്ടയിലും ഈ പാണ്ഡുകേശ്വറും ഈ മുന്നോട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെയാണ് അവർ 6 മാസം ഇവിടെ. അതായത് രാത്രി 10 മണി തൊട്ട് രാവിലെ 5 മണി വരെയുള്ള സമയങ്ങളിൽ ഇതിലെ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ കണ്ടില്ലല്ലോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പോലീസുകാരുടെ ബാരിക്കേഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പാണ്ഡുകേശ്വർ ചെറിയൊരു സിറ്റി കേട്ടോ. കഫേ BRO, നമുക്ക് ഇവിടുന്ന് പോയ ഒരു കാപ്പി കുടിച്ചാലോ? BROയുടെ കഫേയിൽ. ഇവിടെ നിർത്താനൊന്നും കടക്കാർ സമ്മതിക്കില്ല. ഒരു കാര്യം ചെയ്യാം, മുന്നിൽ ഇടയുണ്ടെങ്കിൽ നിർത്തിയിട്ട് വരാം. ശകലം പുറകോട്ട് നടന്നാൽ മതിയല്ലോ. ഇതേ ഈ വണ്ടിയുടെ പുറകെ നിർത്തിക്കും. ഇത് താഴെയും ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ, കുറേ ക്ഷേത്രങ്ങളുണ്ട്, വീടുകളുണ്ട്. അളകനന്ദ നദിയുടെ തീരത്ത് തന്നെ. ഈ പാണ്ഡുകേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തിനുമുണ്ട് പുരാണങ്ങളുമായിട്ട് ബന്ധം. അപ്പോൾ ഈ സ്ഥലത്താണ് പാണ്ഡവരുടെ അച്ഛനായ പാണ്ഡു മഹാരാജാവ് ശിവനെ ആരാധിച്ചിരുന്ന സ്ഥലമാണെന്നാണ് ഇത് പറയുന്നത്. ഇവിടെ ഒരു ബദ്രീനാഥ് ക്ഷേത്രമുണ്ട്, പാണ്ഡുകേശ്വർ ക്ഷേത്രമുണ്ട്. അപ്പോൾ 4 കോഫിയും ഒരു മോമോസും ഒരു ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഫി വന്നോ? അല്ല, കഴിഞ്ഞു പോയി. അപ്പോൾ മോമോസ് എത്തി. അപ്പോൾ മുത്ത് മാത്രം വന്നില്ല. അപ്പം മുത്തിന് വേണ്ടെന്ന് പറഞ്ഞു ചായയും കാപ്പിയൊന്നും. ഇവിടെ ആള് നിൽപ്പുണ്ട്. ഇതെല്ലാം മലയിടിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഓരോ സൈഡേ വണ്ടി പോകത്തുള്ളൂ. ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് പാണ്ഡുകേശ്വർ. ഇവിടെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ താഴെ നോക്കിയ ഒരു 3-4 ക്ഷേത്രങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയാണ് പാസ്സൊക്കെ ഇവിടെ എൻട്രി ചെയ്ത് വേണം പോകാൻ. അതായത് ഇവിടുത്തെ തിരക്ക്. ഇത് ഗോവിന്ദ്ഘട്ട്. ഇവിടെ നിന്നാണ് ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാരയിലേക്കുള്ള തീർത്ഥാടകർ ട്രക്ക് ചെയ്ത് പോകുന്നത്. വാലി ഓഫ് ഫ്ലവേഴ്സ്, ഹേംകുണ്ട് സാഹിബ്, ഗംഗാഗീർ, ഇവിടെ നിന്നാണ് പോകുന്നത്. ഇതാ പോയിന്റ്. ഈ കിടക്കുന്നതെല്ലാം തീർത്ഥാടകരുടെ വണ്ടികൾ. വാലി ഓഫ് ഫ്ലവേഴ്സ് ഇപ്പോൾ ഓപ്പൺ അല്ല, അതൊരു ജൂലൈയിലൊക്കെ ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ അപ്പോൾ ഒന്നും പൂക്കളുമൊക്കെ ആവില്ല. ഇപ്പോൾ ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് പൂക്കളുണ്ടാവും. കുറച്ചപ്പറയാ നമ്മൾ അങ്ങോട്ട് പോയപ്പം ബൈക്കാരന്റെ പുറത്ത് കല്ല് വീണ കണ്ടില്ലേ? ഇതാന്ന് തോന്നുന്നു. അതല്ല അപ്പറയാ, നല്ല ചതുരക്കല്ലായിരുന്നു. കുറച്ചുകൂടെ അപ്പറയാ. ഇവിടെ എല്ലാം ഇതുപോലെ ഈ മല തുരന്നാണ് റോഡുണ്ടാക്കിയേക്കുന്നത്. പാറ റോഡിലേക്കാണ് നിൽക്കുന്നത്. ഈ കല്ലാണോ ഇവിടെ ആയിരുന്നോ എന്ന് സംശയം. ശരിയാ. അങ്ങ് കാണുന്ന ആ മലയില്ലേ, അതിന്റെ മുകളിൽ കയറി ചെല്ലണം നമ്മള്. അതാണ് ജോഷിമഠ്. ഇങ്ങോട്ട് വന്നപ്പം ഫുള്ള് ബ്ലോക്ക് കിട്ടിയ സ്ഥലമാണ് അത്. വീതി കുറവാ. അങ്ങോട്ട് പോകുന്ന വഴി ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ വീതി കുറവാ. രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പം വലിയ ട്രാഫിക് ഉണ്ടാവില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാ ഹൈറ്റിലാന്ന് നോക്കിയേ. ഇതാണ് വിഷ്ണുപ്രയാഗ്. ഇവിടെയാണ് നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. ഈ സൈഡെല്ലാം ഇടിഞ്ഞു പോയതാ. നല്ല വഴി പണിതായിരുന്നു, പക്ഷേ സൈഡ് ഇടിഞ്ഞു പോയി കുറേ ദൂരം. അപ്പം നമുക്ക് ഇനി ഇത് ഇവിടുന്ന് 9 കിലോമീറ്റർ കയറ്റം കയറി വേണം ജോഷിമഠിലേക്ക് എത്താൻ. തിരക്കില്ലെങ്കിലേ 9 കിലോമീറ്റർ വലിയ കുഴപ്പമൊന്നുമില്ല. കയറ്റമാണേലുവേ. അതെ,
അതുമല്ല ചാത്തുണ്ണിയാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആർക്ക് നല്ലതാണോ? ഇവിടെ തൊട്ട് ഇങ്ങനെ വളവ് തിരിഞ്ഞ് കയറി പോകണം. ഇവിടെ ഒക്കെ വീതിയുണ്ട്, പക്ഷെ മുകളിലേക്ക് ചെല്ലുന്നിടത്ത് വീതി കുറവാണ്. ഇച്ചിരി വഴി മോശമാണ്, വെള്ള വഴി മൊത്തം പൊളിഞ്ഞു കിടക്കുക. ചാത്തുണ്ണി മിക്കവാറും ഈ ജാഥ നയിച്ചോണ്ടേ ബാക്കിയുള്ളവരെല്ലാം പുറയില് ഇപ്പൊ മെയിൻ ജാഥ ക്യാപ്റ്റനായി. അതെ, വണ്ടി തിരിയാതെ വന്നപ്പോഴത്തേനെ ചാത്തോടെ സീറ്റ് ബെൽറ്റ് ഒക്കെ വലിച്ചൂരി എറിഞ്ഞു. അത് മുന്നോട്ട് ആഞ്ഞിരിക്കാൻ വേണ്ടിട്ട്. അതെ, എന്താണേലുവേ ചാത്തുണ്ണി രക്ഷപ്പെട്ടു. ഇവിടെ ഒന്നും വലിയ ട്രാഫിക്കും ഇല്ല, ഒറ്റ വണ്ടിയില്ല, അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് ഓടിച്ചു പോകാം. പ്രാർത്ഥിച്ചോണ്ടാ കേറിയാന്ന് പറഞ്ഞേ. അപ്പൊ നമ്മുടെ ചാത്തുണ്ണി നയിച്ച വാഹന ഘോഷയാത്ര ഇപ്പൊ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. ഇവിടെ നിർത്തി കൊടുത്തേക്ക. നമ്മളിപ്പോ എവിടെ ഉള്ളതെന്നറിയാം, അതുണ്ടോ ഇന്ത്യയുടെ ഇതേ ഇങ്ങേ അറ്റത്താ. നമ്മൾ ഇവിടുന്ന് ഇവിടെ ചെല്ലും ഏറ്റവും നേരെ. അതെ അതെ, നല്ല നമ്മൾ അതിലും മുകളിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുന്നാ നമ്മള് വന്നത്. അതെ അതെ, ഇവിടം വരെ വലിയ കുഴപ്പമില്ലാതെ അധികം വെറുതെ അല്ല, വണ്ടി മോളിൽ ബ്ലോക്ക് ആയിട്ടാ വണ്ടി വരാത്ത ഇത്രയും നേരം. ചാത്തുണ്ണി വെട്ടു. മുലല്ലി ഇരിക്കുന്ന മുലല്ലി, ഞാൻ ഇരിക്കുവാണല്ലോ ഇവിടെ. അല്ല ഇവിടെ ഇരിക്കുന്നു. വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്ക, കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. പതുക്കെ പോകുന്നുണ്ട് വണ്ടികള്. മുകളിലും ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുമായിരിക്കും. ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്നതല്ല, ബ്ലോക്കായി നിൽക്കുന്ന. മോളിൽ നിന്ന് പതുക്കെ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്, വലിയ വണ്ടികളാണ്. അതെ, നമ്മളവിടെ പിന്നെ സരസ്വതി നദിയിൽ അവിടെ പോയില്ലേ, അപ്പൊ അവിടെ ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു. ഞാൻ നോക്കുമ്പോ അവിടെ ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു പുള്ളിക്കാരി നമ്മുടെ ഇവന്റെ ചാത്തുണ്ണിയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോവാ. സത്യം പറയാം, ഇവനാണോ കൈയെ പിടിച്ച് വലിച്ചോണ്ട്? ഇവൻ വലിച്ചാണോ പുള്ളിക്കാരി വലിച്ചാണോ അറിയില്ല, വലിച്ചോണ്ട് പോകുന്ന ഞാൻ കണ്ടു. അങ്ങനെയല്ലെന്നേ സംഭവം എന്താന്ന് വെച്ചാൽ ഇതേ ടൈപ്പ് ബനിയൻ ഇട്ടുകൊണ്ട്, അത് ഇത്രയും ഡിസൈൻ അല്ല, ഇതേപോലത്തെ ഇത് ഇട്ടുകൊണ്ട് പുള്ളിക്കാരി ഹസ്ബൻഡ് അവിടെ അപ്പുറത്ത് നിൽപ്പുണ്ട്. പുള്ളിക്കാരി ഫോട്ടോ എടുത്ത് ആവുമെന്ന് പറഞ്ഞിട്ട് എന്റെ കൈയും പിടിച്ചോണ്ട് ഒറ്റ വലി. ഞാൻ മുന്നോട്ട് ഇവൻ വലിച്ച പാടെ വലിക്കാതെ വിട്ടു പോവാ കൂടെ. ചിരി അല്ല, കൂടെ പോവാ. രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തായിരിക്കും. അതാ പുള്ളി ചിരിച്ചേ. ഞാൻ വെട്ടല്ലോ എന്ന് ഓർത്ത് കരയുമായിരുന്നു. എനിക്ക് സംശയമുണ്ട് ഇവൻ കയ്യെ പിടിച്ച് വലിച്ചോണ്ട്. അല്ലല്ല, ആ ചേച്ചിയല്ല, ആ കുട്ടിയെ കണ്ടോ ഒരു ഒറ്റ വലി എന്നെ വിളിച്ചോണ്ട് പോയി. പുള്ളിക്കാരുടെ കെട്ടാണെങ്കിൽ ഇങ്ങനെ തല കൈ വെച്ച് ചിരിച്ചോണ്ടിരിക്കുക. വലിയ വണ്ടി വന്നു. മടക്കി കൊടുത്താകുമ്പോ നമ്മളെ ചില സൈഡ് വരച്ചോണ്ട് പോകും. പോകത്തില്ല, വണ്ടി പോവത്തില്ല. भाई जाता नहीं है, ओए जाता नहीं, वो गाड़ी इधर गिराएगा। क्या कर रहे हैं, लफड़ा करेगा। दूर रुको, वो गाड़ी 2 मिनट रुक गया था, गाड़ी आगे चले मैं साइड करके दे। देखो पर पोस्ट है उधर, कहते थे तू उतना हाइट में चलेगा गाड़ी ऐसे आएगा, फिर क्या करेगा, पूरे लफड़ा जाता है। पूरे 5 मिनट रुको। എല്ലാം മനസ്സിലായി പുള്ളി കേട്ടോ. ഇത്ര നല്ല റേഞ്ച് പറയായിരുന്നു. 2 मिनट रुको, गाड़ी 2 मिनट आगे चलता मैं साइड कर देगा। इधर एक पोस्ट है, नहीं इधर पोस्ट है, पोस्ट खंबा। ഇച്ചിരി പറഞ്ഞേ, അവർക്ക് പിന്നെ ശാലം സ്ഥലം കിട്ടിയാൽ മതി, അതിലേ പൊക്കോളും. വണ്ടി നമ്മൾ ശാലം ഇങ്ങോട്ട് കൊടുത്തു, നേരെ വണ്ടി ബസ് അങ്ങ് പോയി. പിന്നെ ഈ ബൈക്കുകാരുണ്ടല്ലോ, 2-3 വണ്ടി പെട്ടക്ക് കയറി പോന്നേക്കാ. അത് ഭയങ്കര വിരവാ വരുന്നത്. ഭയങ്കര സ്പീഡിലായിരുന്നു. ബ്രേക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് നിക്കാൻ തെന്നി വന്നാ നിക്കുന്നേ. ഇത്രയും ഭാഗത്തുണ്ടായിരുന്ന വണ്ടികളെല്ലാം പോയി. ഇനി മുകളിലെ വളവുള്ള ചെറിയ വളവ്, അവിടെ ആയിരിക്കും ഇനിയും ബ്ലോക്ക്. ഇതും പോകുന്നുണ്ട്, പതുക്കെയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട് കേട്ടോ. ഇത് മറ്റേ ലൈൻ ബസ്സാ. മറ്റേ ബൈക്കാര് ഇടയിൽ കൂടെ കയറി വന്ന് വണ്ടി പോകത്തില്ല, പിന്നെ അവർ തിരിച്ച് പുറകോട്ട് പോവാം. ജോഷിമട്ട് കഴിയുന്നവരെ ഈ ബ്ലോക്ക് ഉണ്ടായിരിക്കും മിക്കവാറും. അങ്ങ് വരെ ബ്ലോക്ക് കിടക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് 1 വേ വഴി ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ വന്ന് കിടക്കുന്ന ജോഷിമട്ടിൽ. ഇനിയിപ്പോൾ അങ്ങോട്ട് 1 വേ, അതുകൊണ്ട് ഇനിയും ബ്ലോക്ക് ഉണ്ടാവുകയില്ല. ബ്ലോക്ക് കഴിഞ്ഞു ഉണ്ടാവാൻ സാധ്യതയില്ല. അത് 1 വേ. അതിലേ വരുന്ന വണ്ടി ഈ വണ്ടിയും കൂടെ ജോയിന്റ് ആകുന്നത്, പിന്നെ അങ്ങോട്ട് വരുന്ന ആ വളവിനെല്ലാമാണ് വണ്ടികൾ ബ്ലോക്ക് ആവുന്നത്. ചാത്തുണ്ണിയുടെ ശ്വാസം ഇപ്പഴാണ് നേരെ വീണത്. നന്നായിട്ടൊന്ന് വേർത്ത്. എനിക്ക് തന്നെ പേടിയാണ്. ലോറിയാണ് നമുക്ക് ഇത്രയും പേടിക്കണ്ടായില്ല. ഈ സാധനം ബൈക്കാർ അതിലെ കൂടെ ഇതിലെ കൂടെ അതിലെ കൂടെ
അപ്പം നമ്മളത് കയറി ജോഷിമഠ് ടോപ്പിലെത്തി. ശങ്കരാചാര്യ സ്വാമികൾ ഭാരതത്തിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. അതിലൊരു മഠമാണ് ജ്യോതിർമഠം. അതായത് ജോഷിമഠ്. അതെ, ആ ജോഷിമഠിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജോഷിമഠിലെ അപ്പർ ബസാറാണിത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 1 വേ തിരിയുന്നത് താഴെ കൂടെ പോകും അങ്ങോട്ടുള്ള വണ്ടികൾ. ഡൽഹി 503, ഡെറാഡൂൺ 293, കേദാർനാഥ് 164. ഈ ലോറികളൊക്കെ അങ്ങോട്ട് പോകാനുള്ളതായിരിക്കും മിക്കവാറും. പക്ഷേ ഇത് രാത്രി പോകാൻ വേണ്ടി ഇവരെല്ലാം നിർത്തിയിട്ടേക്കായി തിരക്ക് കുറയാൻ വേണ്ടി. ഇവിടെ ഈ പാലം പണി നടക്കുന്നതുകൊണ്ട് ഒരു ലൈനേ ഉള്ളൂ. അതുകൊണ്ട് അകലെ നോക്കിയപ്പോൾ വലിയ ബ്ലോക്ക് പോലെ തോന്നി. പക്ഷേ അത് ഒരു സൈഡേ വണ്ടി വിടുന്നുണ്ട്. അതാണ് അങ്ങോട്ടുള്ള വണ്ടികളെല്ലാം ഇവിടെ തടഞ്ഞു നിർത്തിയേക്കുക. ഇവിടെ നിന്നുള്ള വണ്ടി പോയി കഴിയുമ്പോഴേ അവിടെ നിന്നുള്ള വണ്ടികൾ വിടുകയുള്ളൂ. ഇനിയിപ്പോഴേ ഒരിടത്തും കട കാണുകയല്ല. ഇനിയിപ്പോൾ നമ്മൾ വല്ല ഫുഡും ഉണ്ടാക്കി കഴിക്കേണ്ടി വരും കേട്ടോ. ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്, അത് ടോസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് അട ഉണ്ടാക്കാം. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റൊക്കെ കുഞ്ഞുകുട്ടി ഏറ്റിട്ടുണ്ട്. അപ്പോൾ അട കഴിഞ്ഞ ദിവസത്തെ പോലെ ഉണ്ടാക്കിയാൽ പോരെ. കുറച്ച് തേങ്ങായും ഇട്ട് പഞ്ചസാരയും ഇട്ട് കുഴച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇങ്ങ് പോന്നു. രാത്രിയിൽ വണ്ടികളൊക്കെ വളരെ കുറവാണ്. ആകാശേ, അധികം റൈറ്റ് സൈഡൊന്നും പിടിക്കണ്ട കേട്ടോ, അവിടെ എല്ലാം ഇടിഞ്ഞിരിക്കുന്നതാ. പക്ഷേ ചെറിയ പേടിയും ചെറുതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. രാത്രിയിലേ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ബസ്സുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറും ചെറിയ വണ്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.